വി ഡി സതീശൻ മാധ്യമങ്ങളുമായി ഏറ്റവും അടുത്ത് പെരുമാറിയിരുന്ന, മാധ്യമങ്ങൾ അങ്ങേയറ്റം പരിഗണിച്ചിരുന്ന നേതാവാണ്. അപ്പോൾ ഇത്രയും അഗ്രഷൻ അദ്ദേഹം മാധ്യമങ്ങളോട് കാണിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്ക് അൻവറിന്റെ കാര്യത്തിലേക്ക് ഗോവിന്ദ മാഷ് പറഞ്ഞത് കനകോല് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ നമുക്ക് ഭരണത്തിലേക്ക് എത്താൻ പറ്റൂ, മുഖ്യമന്ത്രിയാകാൻ പറ്റൂ എന്ന് പറയുന്നതുകൊണ്ടാണ്. അൻവറിന്റെ ആരോപണം ശരിവെക്കുക നിങ്ങൾ എല്ലാവരും കൂടെ. കാരണം മുക്കാൽ പിണറായി ആയിട്ടാണ്. പിണറായിയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ പിണറായിയാണ്. കാര്യം പറഞ്ഞത് തീർത്താൽ അൻവറിന്റെ കാര്യത്തില് അൻവറിൽ ഒരുപാട് കാര്യങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. ഒന്നാമത് അൻവറിന്റെ മാധ്യമങ്ങളോട് പറയുന്ന കണക്ക് 75,000 വോട്ട് മിനിമം തനിക്ക് കിട്ടും എന്നുള്ളതാണ്. അതിൽ 35 മുതൽ 40% വോട്ട് LDF-ൻ്റെതായിരിക്കും, 25 മുതൽ 30% വോട്ട് UDF-ൻ്റെതായിരിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടൽ മാധ്യമങ്ങളോട് പറയുന്ന ഒരു കണക്കാണ്. അതിന് മുകളിലേക്കായിരിക്കും തങ്ങൾക്ക് കിട്ടുമെന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് മനസ്സിലാക്കിയാൽ അൻവർ പ്രതീക്ഷിക്കുന്നത് ഒരു 20,000-ന് മുകളിലുള്ള വോട്ടാണ്. അത് കിട്ടിയാൽ തന്നെ അൻവർ തോറ്റു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഇത്രയും വോട്ട് സ്വീകരിച്ചു. തോറ്റു എന്ന് പറയാനുള്ള സാഹചര്യം ഇല്ല. 20,000 കിട്ടിയാൽ വിജയമാണ്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഇത്രയും വോട്ട് ശേഖരിച്ചു. 20,000 കിട്ടിയാൽ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശം കുറെ കൂടി എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധ്യത അടയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ സ്വരാജ് ജയിക്കുകയും ഈ അൻവറിനും ആര്യടൻ ഷൗക്കത്തിനോട് കൂട്ടുന്ന വോട്ട് സ്വരാജിനേക്കാൾ കൂടുതലാണെന്ന് കരുതുക. അപ്പോൾ പോലും അൻവർ പറയുന്ന പോയിന്റ് അവിടെ നിലനിൽക്കുകയാണ്. കാരണം എന്നെ മുന്നണിയിൽ എടുക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂടെ നിർത്തുകയായിരുന്നുവെങ്കിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റ് രണ്ട് ഭരണവിരുദ്ധ വികാരവും ഉണ്ട്, വി ഡി സതീശന് തെറ്റുമുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കാര്യം ഇവിടെ നടക്കുകയാണ്. അത് വളരെ വളരെ പ്രകടമായ ഒരു പോയിന്റാണ്. അൻവർ ക്യാമ്പിന് ഇതിന് വളരെ ധാരണയുണ്ട്. അൻവറിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്.